ഹലോ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ആൻഡ്രോയിഡ് ഫോണെല്ലാം തന്നെ യൂസ് ചെയ്യുന്നവരാണ്. ആൻഡ്രോയിഡ് ഫോൺ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഇതിലുള്ള ഒരു സിമ്പിളായ ഒരു ഫീച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യുന്നുണ്ട് എങ്കിലും ഒട്ടുമിക്ക പേരും ഇതിലുള്ള മറ്റൊരു ഫീച്ചറിനെ കുറിച്ച് അത്രത്തോളം ഇതൊന്നും കാര്യമാക്കാറില്ല, അല്ലെങ്കിൽ ഇതൊന്നും അവർക്കറിയില്ലായിരിക്കും. അതിനാൽ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നെല്ലാം നോക്കാം. നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഇതുപോലെ നമ്മൾ താഴത്തേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ടോർച്ച് ഐക്കൺ എല്ലാം ലഭിക്കും. ഇതിൽ ടാപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതുപോലെ ടോർച്ച് എല്ലാം ഓൺ ആക്കാനും ഓഫ് ചെയ്യാനെല്ലാം സാധിക്കുക. അതായത് ഇത് ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ ഓൺ ആകുന്നു, ഇത് ജസ്റ്റ് വീണ്ടും ടാപ്പ് ചെയ്യുമ്പോൾ ഓഫ് ആകുന്നു. എന്നാൽ ഈ ടോർച്ചിൽ തന്നെ നമുക്ക് കൂടുതൽ സെറ്റിങ്സ് എല്ലാം ഉണ്ട്. ഇതിനെക്കുറിച്ച് കുറേ പേർക്കെല്ലാം അറിയില്ലായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. ഇത് എന്താണ് എന്ന് നോക്കാം. ഇതിനായി നമ്മൾ ഇവിടെ ഈ സ്ക്രീനിൽ വന്നിരിക്കുന്ന ഈ ഒരു ടോർച്ച് ഐക്കണിൽ കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിക്കുക. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ടോർച്ച് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട്. എന്നാൽ ഇതിലുള്ള അഡീഷണലായ സെറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കിവിടെ സ്വൈപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ലൈൻ എല്ലാം വന്നിരിക്കുന്നത് കാണാം. ഈ ഒരു ടോർച്ചിൻ്റെ ഇൻറ്റൻസിറ്റി എല്ലാം വർദ്ധിപ്പിക്കാനും കുറയ്ക്കാനുമുള്ള ഒരു ഫീച്ചറാണിത്. ഇത് ഇപ്പോൾ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടി വർദ്ധിപ്പിച്ചപ്പോൾ ഇതിൻ്റെ പവർ എല്ലാം ഇപ്പോൾ കൂടുതൽ ലൈറ്റ് എല്ലാം വരുന്നതെല്ലാം കാണാം. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാനെല്ലാം നമുക്ക് സാധിക്കും. ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ ലൈറ്റാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് ഇവിടെ കുറയ്ക്കാനും കൂട്ടാനുമുള്ള ഒരു ഓപ്ഷനാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ടോർച്ചിൽ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ലഭിക്കുക. ഇതുവരെ ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്ത് നോക്കാത്തവർ ഇപ്പോൾ തന്നെ ഇത് യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഈ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാകുന്നതിന് വേണ്ടി നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്